പണ്ടൊരു ചൊല്ലുണ്ട്, ബോൺ ക്രിമിനൽ ഈസ് ബോൺ ക്രിമിനൽ ആൾവേസ്, ഫ്രാഡ് ഈസ് ആൾവേസ് ഫ്രാഡ്. അല്ലെങ്കിൽ സന്യാസ ജീവിതമൊക്കെ പറഞ്ഞ് ഞാൻ സാഷ്ടാംഗ പ്രണമിച്ച് തിരിച്ചു വരണം ജീവിതത്തിൽ. അല്ലാതെ തിരിച്ചു വരാത്ത ബോൺ ക്രിമിനൽസ് എല്ലാം ബോൺ ക്രിമിനലാണ്, ഫ്രാഡ് ചെയ്യുന്നവരെല്ലാം ഫ്രാഡിനെസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പുതിയ SI വന്ന് ചാർജ് എടുത്താൽ ആദ്യം നോക്കുന്നത് ഇവിടുത്തെ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൊട്ടേഷൻ സംഘത്തിൻ്റെ ലിസ്റ്റ് എന്താ ഉണ്ടെന്നാവും. അപ്പോൾ സാധാരണയായി ഞാൻ ഈ പറഞ്ഞു വന്നത്, ഒരു SI ചാർജ് എടുത്താൽ അല്ലെങ്കിൽ CI ചാർജ് എടുത്താൽ നാട്ടിൽ ആരെങ്കിലും ഒരു മോഷണം നടത്തിയാൽ ലിസ്റ്റിലുള്ളവരെ പിടിച്ച് നോക്കും. കാരണം ഇവർ ഇൻബോൺ ക്രിമിനൽസ് ആണ്, ഇവരുടെ ട്രാക്ക് റെക്കോർഡ് മോശമാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലെ അഗസ്റ്റിൻ ബ്രദേഴ്സിന് വന്നുവിട്ടിരിക്കുന്നത്. അവർ തൊടുന്നതെല്ലാം പ്രശ്നമാണെന്നേ. അവരാരാണ് ഇവിടെ മെസ്സിയെ കൊണ്ടുവന്ന് കളിപ്പിക്കാൻ? ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട്, ഒരു സ്പോർട്സ് വകുപ്പുണ്ട്, അതിനൊരു മന്ത്രിയുണ്ട്, വലിയ സന്നാഹമുണ്ട്, സ്പോർട്സ് കൗൺസിലുണ്ട്, പിന്നെ ഇന്ത്യക്ക് വലിയ സന്നാഹങ്ങളുണ്ട്, ഇന്ത്യക്ക് സ്പോർട്സ് മന്ത്രാലയമുണ്ട്, ഫുട്ബോളിന് വലിയ അസോസിയേഷനുകളുണ്ട് ഈ രാജ്യത്ത്, ഫിഫയുണ്ട്. ഇയാളാരാണ് ഇത് കൊണ്ടുവരാൻ? അല്ലെങ്കിൽ ഗവൺമെൻറ് പറയണം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് സ്പോൺസർ ചെയ്യണം, ഞങ്ങൾ ഇത്ര രൂപ സ്പോൺസർ ചെയ്യാം. ഗവൺമെൻറ് വിചാരിച്ചല്ലേ കൊണ്ടുവരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വരെ പ്രൈവറ്റ് പരിപാടിയായിരിക്കണം. ഇത് ഗവൺമെൻറ്റുമായി കൂട്ടിക്കുഴച്ച് പ്രൈവറ്റ് പരിപാടിയാണോ ഗവൺമെൻറ് പരിപാടിയാണോ എന്ന് മനസ്സിലാക്കാതെ എല്ലാം കൂടി ഈ അവിയൽ പോലെ വെള്ളത്തിലാക്കുന്ന രീതിയിൽ സകല പേരെയും കുഴപ്പത്തിലാക്കുന്ന കഴിഞ്ഞ സ്പോർട്സ് വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും എല്ലാം കുഴപ്പത്തിലാക്കുന്ന രീതിയിൽ ആഴക്കുഴമ്പൻ പരിപാടിയല്ലേ ചെയ്തത്. ഡോക്ടർ അരുൺകുമാറിന്റെ മറുപടി എന്താ ഇതിനകത്ത്? സ്മൃതി പരുത്തിക്കാട്, നിങ്ങളൊക്കെ എംപ്ലോയീസ് ആണ്, നിങ്ങൾ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് എന്ത് മറുപടി? മാധുവിന്റെ മറുപടി എന്താ? നിങ്ങൾ മറുപടി പറയാൻ പറ്റത്തില്ല, ശരിയാണ്, നിങ്ങൾക്ക് അതിന് പരിമിതിയുണ്ട്, നിങ്ങളവിടെ സ്റ്റാഫാണ്, സ്റ്റാഫിന് ഇപ്പം എന്ത് കാര്യം? മാനേജ്മെന്റ് കുഴപ്പം കാണിച്ച സ്റ്റാഫിന് എന്ത് കാര്യം? അവർ ശമ്പളം വാങ്ങുന്നു, മറ്റു സ്ഥലത്തേക്ക് ജോലിക്ക് പോകും, അത്രേ ഉള്ളൂ. അരുണു ഇപ്പം അങ്ങനെയല്ലേ, അരുണു സ്റ്റാഫല്ലേ. അതുകൊണ്ട് നിങ്ങളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളോട് ചോദിച്ചിട്ടും കാര്യമില്ല. പക്ഷെ ഇവർ ചെയ്തു കൂട്ടി അഗസ്റ്റിൻ സഹോദരന്മാർ ചെയ്തിരിക്കുന്നത് അതീവ ഗുരുതരമായ തെറ്റാണെന്നാണ് ഇപ്പോൾ സ്പോർട്സ് വകുപ്പിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ശരിക്കും? ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷം എന്താണ് സംഭവിച്ചത്? ഓരോ വകുപ്പെടുത്താലും, കിഫ്ബി ആണെങ്കിൽ അത് കുളമാക്കി നാശക്കോട്ടയാക്കി ഒരാൾ, അയാളുടെ സാമ്രാജ്യമായിരുന്നു, പ്രളയമാക്കി ഇട്ടിട്ട് പോയി, അയാൾ രാജിവെച്ചും പോയി. PSC ആണെങ്കിൽ ഇങ്ങനെ 5 ലക്ഷം രൂപ ശമ്പളം വാങ്ങി, അത് വേറൊരു കുളമായിരുന്നു. ഇത് മുഴുവൻ സിസ്റ്റത്തെയും കുളമാക്കിയിട്ടാണല്ലോ പോയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഈ VD സതീശൻ ഇത് നന്നാക്കി എടുക്കാൻ തന്നെ കുറേ സമയം എടുക്കുമല്ലോ, പിന്നെ അല്ലേ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ തന്നെ സമയം എടുക്കുമല്ലോ, പിന്നെ അല്ലേ പുതിയ ഓടുന്നത്, നിരത്തിലിറങ്ങി ഓടുന്നത്. ഇതൊരു സങ്കടകരമാണ്. മെസ്സിയെ കൊണ്ടുവരും, അതിൻ്റെ പേരിൽ ഇപ്പോൾ ബനിയൻ അടിക്കുന്നു, ബാനർ അടിക്കുന്നു, പത്രസമ്മേളനം നടത്തുന്നു, പത്രസമ്മേളനത്തിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ കാണിക്കുന്നു, എല്ലാവരെയും ആവേശപ്പെടുത്തുന്നു, ഊർജ്ജഭരിതരാക്കുന്നു. എന്താണ് സംഭവം ഇവിടെ നടക്കുന്നത്? ഇതൊരു വളിപ്പ് പരിപാടിയാണ് ഇവിടെ നടന്ന കേരളത്തിൽ. എന്നിട്ട് ഇപ്പം ന്യായം പറയാണ്, ഇപ്പം ചാനലുകൾ എത്ര പറയാണ്, ഏഷ്യാനെറ്റിന് എത്ര പറയുന്നു, മനോരമ എത്ര പറയുന്നു, 24 എത്ര പറയുന്നു, യൂട്യൂബുകാർ എത്ര പറയുന്നു? വല്ല കാര്യമുണ്ടോ അങ്ങനെ എത്ര പറഞ്ഞിട്ട്? സ്വന്തം മുഖം ആദ്യം കണ്ണാടിയിൽ നോക്കുന്നേ സഹോദരന്മാരെ, അഗസ്റ്റിൻ സഹോദരന്മാരെ. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഷെയ്ഡി ക്യാരക്ടേഴ്സായിട്ട് കേരളത്തിൽ ജീവിക്കാൻ പറ്റുന്നത്? നിങ്ങൾ എന്തിനാണ് അഭിഹിതമായി പണമുണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്? മരമുറി കേസ് നിങ്ങളുടെ കേസിൽ വന്നു, ഇതിൻ്റെ കേസ്, മാംഗോ കേസ്, എത്ര കേസാണ് നിങ്ങളുടെ പേരിൽ? നിങ്ങൾ ചെറുപ്പക്കാരില്ലേ, നിങ്ങൾ നല്ല ജോലിയുള്ളവർ, നല്ല സമ്പത്തുള്ള കുടുംബത്തിലുള്ളവരല്ലേ, നിങ്ങൾക്ക് എന്ത് മാന്യമായിട്ട് ജീവിക്കാം? നല്ല പാർട്ട്ണർമാരെയൊക്കെ ഒപ്പിച്ച് നിങ്ങൾക്ക് ചാനൽ മനോഹരമായിട്ട് കൊണ്ടുപോകും. ഇപ്പോൾ 24 ശ്രീകണ്ഠൻ നായരുടെ ചാനൽ എന്ന് പറഞ്ഞാൽ 8-10 പാർട്ട്ണർമാരുണ്ട്, അവർ ഭംഗിയായിട്ട് കൊണ്ടുപോകും. ഗോപാലനും പിന്നെ ഒരു വനിതയും ഒക്കെ വലിയ ഒരു പാർട്ട്ണർഷിപ്പിൽ അവർ കൊണ്ടുപോകല്ലേ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല? നിങ്ങളെക്കുറിച്ച് ഓരോ ദിവസവും ഓരോ കേസാണല്ലോ വരുന്നത്. മുട്ടൽ മരം മുറിക്ക് നിങ്ങൾ കോടതിയിൽ പോകില്ല, അറസ്റ്റ് വാറണ്ട് വന്ന് അങ്ങോട്ട് നിങ്ങൾ ചെല്ലുന്നപ്പോൾ നിങ്ങൾക്ക് അടുത്ത കേസ് വരുന്നു. നിങ്ങൾ ആരാണ്? കേരള സമൂഹത്തിനെ സമൂഹം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ആളുകൾ ഇതുപോലത്തെ ഷെയ്ഡി ക്യാരക്ടേഴ്സ് ഓരോ കാലഘട്ടത്തിൽ വരും. ആട്, മാഞ്ചിയം, ലോൺ തരാം, പിന്നെ എന്താണ് അറബി മുസലി എന്നൊക്കെ പറഞ്ഞ് അതൊരു ചെടിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ ടീമുകൾ ഇങ്ങനെ വരും, പണം പെരുക്കാനും സ്വർണം വാങ്ങിക്കാനും എന്നൊക്കെ പറഞ്ഞ് വരും. എല്ലാം സൂക്ഷിച്ചോണം, വളരെ സൂക്ഷിച്ചോണം. എന്തായാലും മെസ്സിയുടെ പേരിൽ
അത് ആരാ? മെസ്സി ആരാ? അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ഫുട്ബോൾ ലോക ജനതയുടെ ആരാധകൻ ആയിട്ടുള്ള മെസ്സി വരും കേട്ടോ. മെസ്സി വരില്ല കേട്ടോ. എന്താണ് ഇവിടെ നടന്നത്? തീർച്ചയായിട്ടും അഗസ്റ്റിൻ സഹോദരന്മാരെ, നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയാതിരിക്കാൻ വയ്യ, പറയാതെ വയ്യ. എന്ത് തോന്നിയവാസമാണ് നിങ്ങൾ കാണിക്കുന്നത്? കൃത്യമായി നിങ്ങൾ തിരുത്തണം. നിങ്ങൾ ശിക്ഷാ നടപടികളുടെ മുമ്പിൽ വരണം. എല്ലാ ഗോസിപ്പുകളും ഉടായിപ്പുകളും മതിയാക്കി നിയമ നടപടികൾക്ക് വിധേയമാവുക. ചാനൽ വേറെ ആമ്പിളരെ അവിടെ തന്നെ 3-4 പേരുണ്ടല്ലോ, ഇപ്പോൾ അരുൺകുമാർ അടക്കമുള്ള ആളുകളുണ്ടല്ലോ, ആരെങ്കിലും ചാനൽ ഏൽപ്പിച്ച് അവർ നടത്തട്ടെ. നിങ്ങൾ അതിൻ്റെ പാർട്ട്ണർമാരായിട്ടിരിക്കുക. നിങ്ങൾ ആ മാനേജ്മെൻറ്റൊക്കെ മതിയാക്കി ശിക്ഷാ നടപടികളൊക്കെ ഏറ്റുവാങ്ങി കുരിശ് വരച്ച് നല്ല ഒന്നുകൂടി മാമോദീസയൊക്കെ മുങ്ങി നല്ല കുട്ടികളായി ജീവിക്കാൻ നോക്കുക. അതാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. നിങ്ങൾക്കും നല്ലത്.